പ്രിയപ്പെട്ട നമ്മുടെ ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യനായ മന്ത്രി, അതേപോലെ ഈ സ്കൂളത്തിൻ്റെ എല്ലാമായ മാനേജർ, അതേപോലെ ഈ പഞ്ചായത്ത് പ്രസിഡന്റ്, മറ്റ് വിശിഷ്ട അതിഥികളെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്വന്തം നിലക്കും APJ അബ്ദുൽ കലാം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ എൻ്റെ ഡയറക്ടർ എന്ന നിലക്കും ഞാൻ നിങ്ങളെ അഭിവാദ്യം ചെയ്യുന്നു. അതേപോലെ ഇന്ന് ഇവിടെ ഈ അവാർഡ് ഏറ്റുവാങ്ങിയിട്ടുള്ള കായിക മേഖലയിൽ കഴിവ് തെളിയിച്ച സിദാൻ എന്ന് പറഞ്ഞ കുട്ടി, അതുപോലെ മറ്റു കുട്ടികളും ഞാൻ പ്രത്യേകമായി അഭിനന്ദനം പറയുന്നു. അതുപോലെ ഇവിടെ എത്തിയിട്ടുള്ള നമ്മുടെ APJ അബ്ദുൽ കലാം ഇൻസ്റ്റിറ്റ്യൂട്ടിയുടെ ആദിശം എന്ന് പറയുന്ന, അതായത് ഡൽഹിയിലേക്ക് ജനിക്കപ്പെട്ടിട്ടുള്ള ആ കുട്ടി നിങ്ങളെ സ്കൂളിൽ എത്തിയിട്ടുണ്ട്. അവനാണ് ചൂരന്മാര നിർമ്മിച്ചിട്ടുള്ളത്. ആ കുട്ടിയെയും ഞാൻ എൻ്റെ പേരിൽ, സ്കൂളിൻ്റെ പേരിൽ മൊത്തമായി അഭിവാദ്യം ചെയ്യും. പിന്നെ നിങ്ങളോട് എന്താണ് സംസാരിക്കേണ്ടത് എന്നുള്ളത് ഞാൻ അങ്ങനെ ചിന്തിക്കുകയാണ്. എനിക്ക് ഓർമ്മ വരുന്നത് മഹാനായ വെള്ളത്തോൾ കവിയുടെ ഒരു വരിയാണ് നിങ്ങളെ കാണുമ്പോൾ ഓർമ്മ വരുന്നത്. അതായത് മഹാനായ കവി പറയുകയുണ്ടായി, അധിക തുങ്ക വധത്തിലെത്തര ശോഭിച്ചിരുന്നരത്തിനെ കണക്കേനി എന്ന ആ വരി കുറേയുണ്ട്. പക്ഷെ അതിന് തർപ്പ് പറഞ്ഞു, അതുപോലെ വിദ്യാർത്ഥികളായ നിങ്ങൾ വാടുകയോ തളരുകയോ ചെയ്യരുത്. പഠനത്തിൻ്റെ ശില്പികളായി നിങ്ങൾ വളരണം. അത് കലയിലാവട്ടെ, ശാസ്ത്രത്തിലാവട്ടെ, ഏത് മേഖലയിലായും നിങ്ങൾ വളർന്ന് രാജ്യത്തിൻ്റെയും സമൂഹത്തിൻ്റെയും പ്രശസ്തരാവണം എന്നാണ് എനിക്ക് നിങ്ങളോട് സന്ദേശമായിട്ട് പറയാനുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും പാഠങ്ങളിൽ വരണ കവി മഹാനായ കവിയല്ലേ, അദ്ദേഹം നിങ്ങളെ സംബന്ധിച്ചാണ് ആ പറഞ്ഞിട്ടുള്ളത്. അതിന് അർത്ഥങ്ങൾ കുറേ ഭാഗങ്ങളുണ്ട്, അതൊന്നും ഞാൻ പറയുന്നില്ല. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ അധ്യാപകരോടും സ്കൂളിനോടും എപ്പോഴും കൂറ് പുലർത്തുന്നവരായിരിക്കണം. അതാണ് നിങ്ങളുടെ വിജയത്തിൻ്റെ പ്രത്യേകത. അറിവുള്ളവൻ എവിടെയും അറിവുള്ളവനാണ്, അറിവില്ലാത്തവൻ എവിടെയും അറിവില്ലാത്തവനാണ്. അത് ശാസ്ത്രത്തിൻ്റെ സിദ്ധാന്തമായി പറയുന്നത് ഗലീലിയോ മുതൽ അങ്ങോട്ടുള്ള എല്ലാ ശാസ്ത്രജ്ഞന്മാരും ഏത് പുസ്തകത്തിലും അതിനെ സംബന്ധിച്ച് പ്രതിപാദിക്കപ്പെടുന്നുണ്ട്. അതായത് ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ വളർച്ചയാണ്. കല എന്ന് പറഞ്ഞാൽ നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന ഒന്നാണ്. അങ്ങനെ ഓരോ മേഖലകളിലും അതിൽ ശാസ്ത്രമാണ് മാനവരാശിയുടെ വളർച്ചയുടെ പ്രധാനം. അതായത് നിങ്ങൾക്കറിയാം, മൈക്കൽ ഫരോഡയാണ് ലോകത്തിൽ വിപ്ലവം സൃഷ്ടിച്ച ശാസ്ത്രജ്ഞൻ. ആ ശാസ്ത്രജ്ഞൻ ആ മോട്ടർ കണ്ടുപിടിക്കുന്ന സമയത്ത് വെറും വയസ്സ് 12 നമ്മൾ 50 വയസ്സായി നമ്മളെന്തെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടോ? അപ്പം അതേമാതിരി ആവരുത് ഇനിയുള്ള തലമുറ. ശാസ്ത്രപരമായിട്ട് നന്നായിട്ട് വളരുകയും അത് വളരാനുള്ള മാതൃകകൾ ഉണ്ടാക്കിക്കൊണ്ടാണ് APJ അബ്ദുൽ കലാം നമ്മോട് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ നാമം നിലനിർത്തുക എന്ന നിലക്കാണ് ഈ അവാർഡ് കൊടുത്തുകൊണ്ടേയിരിക്കുന്നത്. ഇതിപ്പോൾ 10ാമത്തതാണ് ഔദ്യോഗികമായി ഞങ്ങൾ കൊടുക്കുന്നത്. അതേപോലെ ഇനിയും കൊടുക്കാൻ ഞങ്ങൾ 10-12 കുട്ടികളെ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. അതും ഞങ്ങൾ കൊടുക്കാൻ ശരിയാക്കി എല്ലാം റെഡിയായിട്ടുണ്ട്. ജനപ്രതിനിധികൾക്ക് ഒഴിവില്ലാത്തത് കൊണ്ട് അങ്ങനെ അകന്ന് നിൽക്കുകയാണ്. ഇത്രയും എല്ലാം പറഞ്ഞുകൊണ്ട് ഈ സംഘടന ഈ സ്കൂളിൻ്റെ പേരിൽ, സ്കൂളിന് വേണ്ടിയിട്ടും മറ്റും ഞാൻ നിങ്ങൾക്ക് ഒന്നും കൂടി നിങ്ങൾ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ജയ് ഹിന്ദ്, ജയ് ഇന്ത്യ.